ആഴ്ചയിൽ ജോലി ചെയ്യുന്നതിന് കർശന വിലക്ക് ഏർപ്പെടുത്തുന്നു. ഇങ്ങനെ ജോലി ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ സ്പോൺസർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങൾക്കായി ദമാമിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി നൌഷാദ് സദവയുടെ റിപ്പോർട്ടിലേക്ക്. സൗദി അറേബ്യയിൽ പ്രവാസി തൊഴിലാളികളുടെ കുടുംബ വിസയിലെത്തിയ കുടുംബിനികൾ ബന്ധപ്പെട്ട വകുപ്പുകളുടെ അനുമതിയില്ലാതെ ജോലി ചെയ്താൽ തൊഴിലാളിക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ തൊഴിൽ മന്ത്രാലയം ആലോചിക്കുന്നു. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ടൈലറിംഗ്, ബ്യൂട്ടി സെന്ററുകളിലും പണിയെടുക്കുന്ന മലയാളികളടക്കം നൂറുകണക്കിന് വിദേശ തൊഴിലാളി കുടുംബങ്ങൾക്ക് കടുത്ത തിരിച്ചടിയായിരിക്കുകയാണ് ഈ നടപടി. ഈ രീതിയിൽ ജോലിക്ക് എത്തുന്നവർക്ക് ഇക്കാമ ചിലവോ പാർപ്പിട സൗകര്യമോ നൽകേണ്ടതില്ല എന്നതുകൊണ്ട് തന്നെ പല സ്വകാര്യ സ്ഥാപനങ്ങളും ഇത്തരക്കാർക്ക് ജോലി നൽകുവാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നു. വേതന വ്യവസ്ഥകൾ ആകർഷണമല്ലാത്തതിനാൽ നാട്ടിൽ നിന്ന് അധ്യാപകരായ ദമ്പതികളെ റിക്രൂട്ട്മെന്റ് ചെയ്യുവാൻ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സാധിക്കുന്നില്ല. സൗദി തൊഴിൽ മന്ത്രാലയത്തിന്റെ പുതിയ നീക്കം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ആയിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ദമാമിൽ നിന്നും വോയിസ് ഓഫ് കേരളയ്ക്ക് വേണ്ടി നൌഷാദ് സദവ. ലോകകപ്പിനായി ഇന്ത്യൻ ടീം കൊളംബോയിലെത്തി.